ഹാഗാർ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ തൻ്റെ കുഞ്ഞ് നിലവിളിച്ചു അല്ലേ? ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ നിലവിളിയുടെ സ്വരം ദൈവത്തിൻ്റെ കാതുകളിൽ കേട്ടു. അപ്പോഴാണ് ദൈവം അവിടുന്ന് ഇറങ്ങി വന്നത്. എന്ത് അതിനു മുമ്പ് ദൈവത്തിന് ഇറങ്ങി വരത്തില്ലായിരുന്നോ? എല്ലാം തകർന്നു, ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇവിടെ ഇരുന്ന് ആരും പറയണ്ട, ഉറക്കെ പ്രാർത്ഥിക്കുക ചേച്ചി, ഉറക്കെ പ്രാർത്ഥിക്കുക ചേട്ടാന്ന് പറയണ്ട. നിങ്ങൾ അറിയാതെ തൊണ്ട പൊട്ടി നിങ്ങൾ വിളിക്കും, എൻ്റെ ദൈവമേ ഒന്ന് ഇറങ്ങി വായോ, രക്ഷിക്കാൻ വായോ എന്ന് പറഞ്ഞ് വിളിക്കും ഇല്ലേ? ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായിരിക്കും നമ്മുടെ സ്വരമൊന്നും ഉയരാട്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ കടന്നുകൊണ്ട് നിലവിളിച്ചു. കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ മക്കളുടെ നിലവിളിയുടെ സ്വരം എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി പോയി അവരെ രക്ഷിക്കുക. ഇതുപോലെ ദൈവം പറയണം. സ്വർഗത്തിൽ നിങ്ങളുടെ സ്വരം എത്തണം, നിങ്ങളുടെ നിലവിളിയുടെ സ്വരം അവിടെ എത്തണം. അത് എത്താത്തോണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. ഹാഗാറിൻ്റെ കുഞ്ഞ് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി നിലവിളിച്ചു. ആ കുഞ്ഞിൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കാൻ പറ്റാതെ ചെവിയും പൊത്തി ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാറി നിന്നു. അവിടെയാണ് ദൈവം ഇറങ്ങി വന്നത്. ഇതുപോലെ ആരൊക്കെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറക്ക നിലവിളിക്കുന്നുവോ, അവരുടെ അടുത്തേക്ക് ആരിറങ്ങി വരും? ആരിറങ്ങി വരും? ദൈവം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ഈശോയുടെ നിലവിളിയുടെ സ്വരം, ഈശോയുടെ രക്തം, ഈശോ ഈ ലോകത്തിനു വേണ്ടി ചിന്തി. അങ്ങനെ ആ രക്തത്തിൻ്റെ നിലവിളിയുടെ സ്വരം, ആ രക്തം ചിന്തിയുള്ള യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം, അവിടെയാണ് ദൈവം ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞാടിൻ്റെ രക്തം യേശുവിൻ്റെ തിരുശരീര രക്തത്തിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലുമാണ് നമ്മളെല്ലാവരും അറിയപ്പെടേണ്ടത്. എന്താല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ നമ്മൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തി, തിരുവചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണം. തിരുരക്തത്തിൻ്റെ ശക്തിയും തിരുശരീരത്തിൻ്റെ ശക്തിയും നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാ കിട്ടുന്നേ? ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിച്ചു തരുവോ? എവിടുന്നാ തരുന്നേ? ഒന്ന് പറഞ്ഞേ അമ്മച്ചിമാരെ, ഉറക്കെ പറഞ്ഞേ, എവിടുന്നാ ഇത് കിട്ടുന്നേ? എവിടുന്നാ? കുമ്പസാരോ? കുടുംബ പ്രാർത്ഥന? കുർബാന? ഒന്ന് പറഞ്ഞേ, വിശുദ്ധ കുർബാന എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. കുർബാന എന്നൊക്കെ പറയുമ്പോൾ അത് എന്നതാ? ഏതാണ്ടോ എവിടുന്നാ കിട്ടുന്നത്? അത് വിശുദ്ധമൊന്നും അല്ലേ? ആണോ? അതാ ഞാൻ പറഞ്ഞ എന്തോ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, മനസ്സങ്ങ് തളർന്നിരിക്കുക. വിശുദ്ധ കുർബാനയിൽ കൂടിയാണ് ഈശോയുടെ തിരുശരീര രക്തത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ആശ്രയിക്കേണ്ടത് എവിടെയായിരിക്കണം? വിശുദ്ധ കുർബാനയിൽ. ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നിങ്ങൾ ഒരു ദിവസം വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? പുണ്യാളത്തി വന്നിട്ടുണ്ട്, കുർബാന സ്വീകരിച്ചു, അതാണോ പറയുന്നേ? ആണോ?
രാവിലെ പോയി നാവും നീട്ടി സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് വരും, പിന്നെ വീട്ടിൽ വന്നിട്ട് എന്താ കാണിക്കുന്നതെന്ന് കണ്ടാൽ മതി. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ കുടുംബം എന്തായിത്തീരുന്നു? നരകമോ? ദേവാലയമാകുന്നു. കാരണം എന്താ? ആ കുടുംബത്തിൽ എന്തുണ്ട്? സക്രാരിയുണ്ട്. സക്രാരി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇല്ലല്ലേ. സക്രാരി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദേവാലയത്തിലൊക്കെ ഈശോയുടെ തിരുശരീരങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലമല്ലേ സക്രാരി, അറിയാവോ? അതെ. അപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അപ്പനോ അമ്മയോ മക്കളോ ആരെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുർബാന സ്വീകരിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ആരാ? സഞ്ചരിക്കുന്ന സക്രാരിയാ. നമ്മുടെ കുടുംബത്തിൽ ഒരു സക്രാരി അവിടെ ഉണ്ടാകുക, രൂപപ്പെടുകയാ. അപ്പൊ ആ സക്രാരിക്കുള്ളിൽ നിന്ന് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള തിരുശരീരത്തിന്റെ ശക്തി ആ കുടുംബത്തിൽ വസിക്കുന്ന മക്കളിലേക്കും ജീവിത പങ്കാളിയിലേക്കും കുടുംബത്തിലുള്ളവരിലേക്കെല്ലാം ചൊരിയപ്പെടുകയും ചെയ്യുന്നു. ഈ വിശ്വാസമൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരുന്നു അല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ അപ്പം പറയുമായിരുന്നു, എന്നും ഒരാളെയെങ്കിലും അപ്പന് പള്ളിയിൽ പോകാൻ പറഞ്ഞു വിടും. എൻ്റെ ഉത്തരവാദിത്വം വരുന്നത് 10ാം ക്ലാസ് വരെ ഞാനായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മടത്തി പോയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പൻ അടുത്തയാളോട് പറഞ്ഞു, ബാക്കിയുള്ളവർക്കൊക്കെ ഇച്ചിരി മടിയായിരുന്നു, അപ്പോഴവരോട് പറഞ്ഞു വിടും. എന്നെ പിന്നെ പറഞ്ഞു വിട്ടിട്ടില്ല, ഒരിക്കൽ പോലും എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടില്ല. 5 മണിക്ക് ഞാൻ തന്നെ എഴുന്നേക്കും, രാവിലെ ചായയൊക്കെ അനത്തി അപ്പനും അമ്മയ്ക്കും കൊടുത്തേച്ചിട്ട് ഞാനും കുടിച്ചിട്ട് ഒരു 3/4 മണിക്കൂർ നടക്കാനുണ്ട്. നടന്ന് പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 1/4 മണിക്കൂർ നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ 3/4 മണിക്കൂർ 4 കിലോമീറ്റർ നടന്ന സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ. അതൊരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ലായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ അത് ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല കേട്ടോ. എങ്ങനെ ഓർമ്മ വെച്ചപ്പം മുതൽ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നും അത് വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ ഒരു സക്രാരിയായി മാറുകയാണ് ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിൽ ആ ശക്തി മറ്റുള്ളവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പള്ളി പോയിട്ട് വന്നവർ പള്ളി പോകാത്തവരെക്കാട്ടിലും മോശമായ വാക്കുകളൊക്കെ പറഞ്ഞ് വീട്ടിലുള്ളവരുമായിട്ട് വഴക്കുകൂടി അങ്ങനെ ജീവിക്കുന്നവരാകരുത്. അതുകൊണ്ടാണ് പലരുടെയും വിശ്വാസമൊക്കെ കുറഞ്ഞു പോകുന്നത്. പോയിട്ട് വരുന്നവരുടെ സ്വഭാവം ഇതാ, പിന്നെ പോകാത്തവരുടെ കാര്യം പറഞ്ഞിട്ട് എന്താന്ന് ചിലരൊക്കെ പറയാറുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ ദിവസം എന്നെ സ്പർശിച്ച ഒരമ്മച്ചിയുടെ ജീവിത സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. ആ അമ്മച്ചി പറഞ്ഞത് ഇപ്രകാരമാ, എൻ്റെ കണ്ണുകൾ തന്നെ നിറഞ്ഞുപോയി. ആ സ്ത്രീ പറഞ്ഞത് ഇതാണ്, നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും, ഞാനും യൂട്യൂബിൽ നിന്നാണ് കണ്ടത്. ആ സ്ത്രീ പറഞ്ഞത് ഇതാണ്, എൻ്റെ നാവിനെ ഒരു തരത്തിലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര മോശക്കാരി. ആ നാട്ടിൽ പോലും എന്നെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവരെ നമ്മൾ പറയുന്ന എന്നാ പേര്? വായാടിന്നോ എന്താ വിളിക്കുന്നേ? നിങ്ങളുടെ നാട്ടിൽ എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉള്ള പേരൊക്കെ വിളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളും വിശ്വാസമൊക്കെ വന്നപ്പോൾ, നല്ല പ്രാർത്ഥനയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് നല്ല വിശുദ്ധമായ ജീവിതമൊക്കെ നയിക്കാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ആ സ്ത്രീ പറയുക, കുറേ വർഷക്കാലം പ്രാർത്ഥിച്ചിട്ടാണ് അവർക്കൊരു കുഞ്ഞുണ്ടായത്. അങ്ങനെ ആ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങി. 10-ലോ 8-ലോ കൊണ്ട് അല്ല, അത് 2-ലോ 3-ലോ കൊണ്ട് ഞാൻ പ്രായം ഓർക്കുന്നില്ല. ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വരേണ്ട സമയം 4 മണിക്കാണ്. 4 മണി കഴിഞ്ഞ് സ്കൂളിൽ വിട്ടിട്ട് കൊച്ചു സ്കൂളിൽ വിട്ടിട്ട് വരുന്നില്ല. 7 മണി വരെ നോക്കി, എല്ലായിടത്തും അന്വേഷിച്ചു, കണ്ടില്ല. 7 മണി കഴിയാറായപ്പോഴാണ് മകന് ഇതാ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അപ്പനും അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? കൈ കിട്ടുന്ന വടിയെടുത്തിട്ട് നീ കാര്യം ഒന്നും ചോദിക്കുകയല്ല, എവിടെ പോയതാ എന്താ സംഭവിച്ചതെന്ന് ഒന്നും ചോദിക്കുകയല്ല. അതിന് മുമ്പേ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ആ സ്ത്രീയും കയ്യിൽ കിട്ട വടിയെടുത്തിട്ട് ആ കൊച്ചിനെ ഒരുപാട് അടിച്ചു. ഈ അടി കൊള്ളുന്നതിൻ്റെ ഇടയിൽ കൊച്ചു പറയുന്നുണ്ട്, മമ്മി എന്നെ തല്ലരുത് മമ്മി,
ഞാൻ ഈശോയുടെ ചങ്കാണ് മമ്മി എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അമ്മ നിർത്തുന്നില്ല. അമ്മയ്ക്ക് കിട്ടിയത്രയും അമ്മയുടെ കലി തീരുന്നിടം വരെ, അമ്മ 4 മണി മുതൽ 7 മണി വരെ അമ്മ സഹിച്ച ആ സഹനം മുഴുവൻ ആർക്ക് കൊടുത്തു? അമ്മയാണേലും അപ്പനാണേലും ശരിയാ, നിങ്ങളും വലിയ മാന്യന്മാരൊന്നുമല്ല, നിങ്ങളും കൊടുക്കും അല്ലേ? കൈ കിട്ടുന്നത് വെച്ച് ആ ദേഷ്യം തീരുന്നിടം വരെ ആ കുഞ്ഞിനെ അടിച്ചു. ആ കുഞ്ഞു പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, മമ്മി എന്നെ തല്ലല്ല്, ഞാൻ ഈശോയുടെ ചങ്ക, ഈശോയുടെ പൂവ, എന്തൊക്കെയോ കൊച്ചു പറഞ്ഞു. അമ്മ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഈ സ്ത്രീ കാണുകയാണ്, കൊച്ചെഴുന്നേറ്റ് കൊച്ചും അപ്പനും കൂടി ഒന്നിച്ച് മുറ്റത്ത് നിന്ന് ഇങ്ങനെ, നമുക്കറിയാം പണ്ടൊക്കെ ഉള്ളവരിങ്ങനെ പല്ലൊക്കെ തേച്ച് പറമ്പിലൊക്കെ പോയി, ഇന്നിപ്പം ബാത്റൂമിലോ അങ്ങനെ ഇതിൻ്റെ അടുത്തൊന്നുമല്ല, നമ്മളിങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ടിരുന്ന് പല്ലൊക്കെ തേക്കും. അതുപോലെ അപ്പനും മകനും കൂടി മുറ്റത്ത് നിന്ന് പല്ല് തേച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ അമ്മ കാണുന്നത് അപ്പൻ്റെ അടുത്ത് നിൽക്കുന്നത് ബാലനായ ഈശോ. ആ ഈശോയുടെ പുറം മുഴുവനും ചോര പൊടിഞ്ഞിട്ടുണ്ട്, അടിയുടെ പാടുകളും കാണുന്നുണ്ട്. ഈ സ്ത്രീ സൂക്ഷിച്ചു നോക്കി. സ്ത്രീക്ക് വിറയ്ക്കാൻ തുടങ്ങി. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ സ്ത്രീ ആദ്യം കണ്ടത് കെട്ടിയോനും മകനും കൂടി നിന്ന് പല്ല് തേക്കുന്നത് കണ്ടത്. ഒന്നും കൂടി നോക്കുമ്പോൾ പിന്നെ കാണുന്നത് മകൻ്റെ സ്ഥാനത്ത് ഈശോ നിൽക്കുന്നതാ കണ്ടത്. ഈശോയാണ് മുറിവേറ്റ ശരീരവുമായിട്ട് ഇങ്ങനെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, കൊച്ചല്ലേ, അപ്പോൾ ആ പുറം മുഴുവൻ ഇങ്ങനെ പൊട്ടിയ ചോരയോടുകൂടി ഒഴുകി നിൽക്കുന്ന ഈശോയുടെ രൂപം, ബാലനായ ഈശോയുടെ രൂപമാണ് കണ്ടത്. അപ്പോഴാണ് ഈ സ്ത്രീ ശ്രദ്ധിച്ചത്. രാത്രിയിൽ ഞാൻ തല്ലിയ സമയത്ത് കൊച്ചു പറഞ്ഞായിരുന്നു, മമ്മി ഞാൻ ആരാണ്? ഈശോയുടെ ചങ്ക. നിങ്ങൾ എത്ര മാതാപിതാക്കളുണ്ട്? നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കള് നിങ്ങളുടെ ആരുടെയും അല്ല, നിങ്ങളുടെ സ്വന്തമല്ല, അത് ഈശോയാണ്. ആ ഈശോയെയാണ് ഞാൻ വാക്കുകൊണ്ടും കരങ്ങൾ കൊണ്ടും മോശമായ രീതിയിലും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതെന്ന് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾ ആരും ഇപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും പെരുമാറുന്നത് പോലെ നിങ്ങളാരും പെരുമാറുകയില്ലല്ലോ. പെരുമാറുവോ? ആരെങ്കിലും കണ്ണടച്ചിരിപ്പുണ്ടോ? എല്ലാവരും കേട്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നോക്കിയിട്ട് ആരും കണ്ണടച്ചിട്ടില്ല, എല്ലാവരും തുറന്നായിരിക്കുന്നേ. അപ്പോഴാരാ നിങ്ങളുടെ ജീവിത പങ്കാളി? ആരാ നിങ്ങളുടെ മക്കള്? നിങ്ങളുടെ സ്വന്തമാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? അത് എൻ്റെ മോനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ അപ്പനാണ്, എനിക്ക് തല്ലാനുള്ള അവകാശമുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തല്ലാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന്, എവിടെ നിന്നാ ധ്യാനിക്കാൻ വന്നപ്പോഴാണ് സ്ത്രീ പറഞ്ഞത്, എനിക്കൊന്ന് ഗോവയിൽ നിന്ന് വന്നവരാൻ തോന്നുന്നു. ആ മകള് പറയാ, സിസ്റ്ററെ, എൻ്റെ അമ്മ എന്നെയും എൻ്റെ ചേച്ചീനെയും, ഞങ്ങൾ ആകെ 2 മക്കളാ, 2 മക്കളെയും അമ്മ വീട്ടിൽ കയറ്റത്തില്ല, ഞങ്ങളെ വഴക്ക് പറഞ്ഞു വിടും. ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ജീവിത പങ്കാളി എന്നെ ഉപേക്ഷിച്ചു, ഞാനൊരു ഹിന്ദു ചെറുക്കൻ്റെ പുറകെ ഓടിപ്പോയി, അയാൾ എന്നെ ഉപേക്ഷിച്ചു, ഒരു മോനെ സമ്മാനിച്ചിട്ട് അയാളുടെ വഴിക്ക് പോയി. അന്ന് മുതൽ ഞാൻ ഈ മോനെ നോക്കി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്കൊരു അനുജത്തിയുണ്ട്, അവള് പഠിച്ച് ജോലി കിട്ടിയപ്പം തന്നെ അമ്മ അവളെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, പോയി തന്നെ ജീവിച്ചോളാൻ പറഞ്ഞു, അവളെ ഇറക്കി വിട്ടു. അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിലും അനീത്തിയുടെ മനസ്സിലും അമ്മയെന്ന് പറയുമ്പോൾ വെറുപ്പായിരുന്നു. ഇതെന്തൊരമ്മയാണ്, ഇങ്ങനെയൊരു അമ്മയുണ്ടോ? ഞങ്ങൾക്ക് 5 വയസ്സ് വരെ ഞങ്ങളെ അമ്മയുടെ വീട്ടിൽ, ആൻറ്റിയുടെ വീട്ടിലൊക്കെ നിർത്തിയ ഞങ്ങളെ പഠിപ്പിച്ചത്. അമ്മ ബോംബെയിലേക്ക് പോയി ജോലി ചെയ്ത് പൈസ മാത്രം അയച്ചു തരും. പക്ഷേ ഇതെന്തൊരമ്മയാ, അമ്മയോട് ഒരു തുള്ളി പോലും സ്നേഹം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അമ്മ പെട്ടെന്ന് ഒരു 56-57 വയസ്സ് പ്രായമുള്ളപ്പം തന്നെ അമ്മ കഴിഞ്ഞ 2-3 മാസം മുമ്പ് അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ ആശുപത്രി കൊണ്ടുപോകാൻ എന്തോ തോന്നി, അനീത്തി വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോകാൻ വണ്ടിയൊക്കെ കയറ്റിയപ്പോൾ തന്നെ അമ്മ മരിച്ചിരുന്നു. പക്ഷേ മരണം കഴിഞ്ഞ് അമ്മയുടെ
വിൽപത്രം എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത്, ഇന്ന് വരെ നയാ പൈസയുടെ സഹായം ഞങ്ങൾക്ക് തരാതെ, ഞങ്ങളെ 2 മക്കളുണ്ടായിട്ട് 2 മക്കളെയും ഞങ്ങളുടെ കൂടത്തിൽ താമസിപ്പിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിഞ്ഞിരുന്ന ആ അമ്മയുടെ സർവ്വസ്വത്തും, അമ്മയ്ക്ക് ഏകദേശം 21 വയസ്സ് പ്രായമുള്ളപ്പോൾ കെട്ടിയവും മരിച്ചു. ആ സമയത്ത് 2 ചോര കുഞ്ഞുങ്ങൾ, 1, 2, 3 വയസ്സുള്ള 2 പെമ്മക്കളാണ് ഉള്ളത്. അന്ന് മുതൽ അമ്മ അധ്വാനിച്ച അമ്മയുടെ സ്വത്തും, അമ്മ ഒരു നല്ലൊരു വീടുണ്ടാക്കി, കുറച്ച് സ്വത്തും ഉണ്ടാക്കി, അതെല്ലാം അമ്മയുടെ കസ്റ്റഡിയിലാണ്. അമ്മ ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വിൽപത്രം തുറന്നു നോക്കിയപ്പോൾ അതിൽ കാണുന്നുണ്ട്, അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും തുല്യമായിട്ട് എല്ലാം എഴുതി, ഞങ്ങൾ തമ്മിലൊരു ഇഷ്യൂസ് ഉണ്ടാകാത്ത രീതിയിൽ എല്ലാം വളരെ ഭദ്രമായിട്ട് ഞങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുക. പല പ്രാവശ്യം അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാനും മോനും കൂടി അമ്മയുടെ കൂടെ വന്ന് താമസിച്ചോട്ടെ, ഈ വാടക കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അമ്മ സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അമ്മയുടെ സ്നേഹം എന്താണെന്ന്. ആ മകള് പൊട്ടിക്കരയുക, ഇത്രയും നാൾ ഞാൻ ഞങ്ങളുടെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, പക്ഷേ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച പാഠം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അമ്മയ്ക്ക് ഏകദേശം അറിയായിരുന്നു തൻ്റെ മരണസമയം അടുത്തുവെന്നും താനൊരു രോഗിയാണെന്ന് പോലും മക്കളെ അറിയിക്കാതെ ആ അമ്മ അവസാന നിമിഷം വരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കഷ്ടപ്പാട് അനുഭവിക്കാതെ, അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാതെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അവർ പഠിക്കാതെ പോകരുത്. അവരെ പഠിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ, ജോലി അന്വേഷിച്ച് സ്വന്തമായിട്ട് 2 കാലിൽ നിൽക്കാൻ ആ അമ്മ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു എന്നത് ഞങ്ങൾ മനസ്സിലാക്കിയ സത്യം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കത്തില്ല എന്തിനാണ് നമുക്ക് സഹനങ്ങളും വേദനകളും തരുന്നത്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ശാപവാക്കുകളൊക്കെ പറഞ്ഞെന്നിരിക്കും, പൊട്ടിത്തെറിച്ചെന്നിരിക്കും, ദേഷ്യപ്പെട്ടെന്നിരിക്കും, അടിച്ചെന്നിരിക്കും, കുറ്റപ്പെടുത്തിയെന്നിരിക്കും. ഇത് ചിലപ്പോൾ അവരാരും ആഗ്രഹിച്ചിട്ടല്ല, അവരെ കൊണ്ട് ആര് പറയിപ്പിക്കുന്നതാ? ദൈവം പറയിപ്പിക്കുന്നതാ. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട്, അമ്മയെ ആശ്രയിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അമ്മയുടെ കാലം കഴിഞ്ഞാലും മക്കള് എങ്ങനെ ജീവിക്കണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വിശ്വാസത്തിൽ വളരേണ്ടതെന്ന് അവർ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതുപോലുള്ള സഹനങ്ങൾ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാതിരുന്നതിനാലാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. എന്ത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്? വിശുദ്ധ ലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ദൈവം എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, ദൈവം എന്താണ് ഈ വചനത്തിൽ കൂടി എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, 2-ാം വത്തിക്കാൻ കൗൺസിൽ ഡിക്രിയിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്നതും അവരുമായി സംഭാഷണം ചെയ്യുന്നതും. ആരാണ്? ദൈവപിതാവ് നമ്മുടെ അപ്പൻ തൻ്റെ മരണശേഷം തൻ്റെ പ്രിയപ്പെട്ട മക്കള് എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ മനസ്സിലാക്കണമെന്ന്, എന്താണ് സത്യമെന്ന്, എന്താണ് തെറ്റെന്ന്, എങ്ങനെയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കണമെന്നും, സഹനം വരുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നും, കഷ്ടപ്പാട് വരുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നും ഇതൊക്കെ വളരെ വ്യക്തമാക്കി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവപിതാവ് നമുക്ക് എഴുതിയിരിക്കുന്ന ലവ് ലെറ്റർ. നിങ്ങളൊക്കെ ലവ് ലെറ്റർ വായിച്ചിട്ടുണ്ടോ?
എവിടെയെങ്കിലൊക്കെ വായിക്കാൻ ഇപ്പം യാതൊരു സാധ്യതയില്ലല്ലേ. ലെറ്റർ പാടും ഇല്ലൻ്റെ ഒന്നും കാണാൻ പോലുമില്ല. പിന്നെ ലവ് ലെറ്റർ ഒന്നും എഴുതിയിട്ടില്ല. അവിടെ ലവ് ലെറ്റർ വായിച്ചിട്ടില്ലാത്തവരൊക്കെ നിങ്ങൾക്ക് ഒരു ലവ് ലെറ്ററും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗീയ പിതാവ് എഴുതി തന്നിരിക്കുന്ന ലവ് ലെറ്ററാണ് ഈ ദൈവത്തിൻ്റെ വചനം. ആ ഒരു സ്നേഹത്തോടുകൂടി, ആ ഒരു ബഹുമാനത്തോടുകൂടി നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ശക്തി. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഡിസംബർ 1 മുതൽ ദൈവത്തിൻ്റെ വചനം എഴുതാമെന്ന് തീരുമാനിച്ചു. നോയമ്പ് കാലത്ത് നിയോഗം വെച്ച് ഞാൻ ബൈബിൾ എഴുതി. 3 മാസം 6 മാസം കൊണ്ട് ഞാൻ സുവിശേഷം എഴുതി തീർത്തു. ഞാനിത് എഴുതുന്ന കാര്യം എൻ്റെ അമ്മയെ അറിയിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് 75 വയസ്സായി. ഞാൻ അമ്മയോട് പറഞ്ഞു, മമ്മിയും വേണമെങ്കിൽ എഴുതാൻ തുടങ്ങിക്കോ, ദൈവവചനം ഇരുന്ന് എഴുതിക്കൂ, മമ്മിയുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഒരു മടിയൊക്കെ കാണിച്ചു, പക്ഷെ തന്നെ ഇരുന്ന് എഴുതാൻ തുടങ്ങി. എഴുതി കഴിഞ്ഞപ്പോൾ അമ്മ എഴുതി വെച്ച എല്ലാ നിയോഗങ്ങളും അവിടുന്ന് നിറവേറ്റി കിട്ടി. അത് കണ്ടപ്പോൾ എൻ്റെ ചേച്ചിയും പറഞ്ഞു, ചേച്ചിയുടെ ജീവിതത്തിലും ഞാനും പറഞ്ഞു, ചേച്ചി ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ ബൈബിൾ എഴുതാൻ പറഞ്ഞു. അപ്പം ചേച്ചിയുടെ മോള് +2 പഠിക്കുകയായിരുന്നു. +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്കൊരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. അവൾ ചേച്ചി ആ നിയോഗം വെച്ച് ബൈബിൾ എഴുതി പകുതി ആയപ്പോഴത്തേനും ചേച്ചിയുടെ മോള് പറഞ്ഞു, മമ്മി എനിക്ക് പ്രേമിക്കാനൊന്നും അറിയത്തില്ല, ഞാനും അവനുമായിട്ട് ഒരു തരത്തിലും ചേർന്ന് പോകുന്നില്ല, എന്നും ഞങ്ങൾ ഫോൺ വിളിച്ച വഴക്കാം, അതുകൊണ്ട് അത് വേണ്ടാന്ന് ഞാൻ അങ്ങ് വെച്ചു. ചേച്ചി ഒന്നും മിണ്ടിയില്ല. അതുപോലെ തന്നെ കുടുംബത്തിലെല്ലാ അനുഗ്രഹത്തിനും ചേച്ചി ബൈബിൾ എഴുതിയതോടുകൂടി കൃപകൾ കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാൻ മേല, പലപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തു, ജീവിതത്തിൽ ഉത്തരം കിട്ടുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ വേദനിക്കുന്നുവെങ്കിൽ, വിഷമിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എഴുതുക, പ്രാർത്ഥിക്കുക, വായിക്കുക. 1/2 മണിക്കൂർ സമയമെങ്കിലും എല്ലാ ദിവസവും ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങളുടെ മക്കളെ ശിരസിൽ കരങ്ങൾ വെച്ച് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പഴയ നിയമ ചരിത്രത്തിലെല്ലാം മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തുമാത്രം ആഗ്രഹിച്ചു. ഏസാവും യാക്കോബൊക്കെ അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവർ ചതിക്കുകയും പരസ്പരം ചതിച്ചു പോലും അനുഗ്രഹം മേടിച്ചു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദിവസവും വിശുദ്ധ ബലി കഴിഞ്ഞ് വരുമ്പോഴും, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞും, അവർ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും, എന്ത് കാര്യത്തിന് പോകുമ്പോഴും നിങ്ങൾ അവരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞൊന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മക്കൾക്ക് ജീവിതത്തിൽ വിജയങ്ങളും അനുഗ്രഹങ്ങളും സംരക്ഷണവും ലഭിക്കും. ഹല്ലേലൂയ.